ജൂലൈ 10 ദേശീയ മത്സ്യ കർഷക ദിനത്തിന്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് തിരൂർ ബ്ലോക്ക് തല മത്സ്യ കർഷക ദിനാചരണവും മത്സ്യ കർഷകരെ ആദരിക്കലും തലക്കാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പയുടെ അധ്യക്ഷതയിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. തലക്കാട് വൈസ് പ്രസിഡന്റ് എ പി ബാബു, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കുമാരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ ടി, വെട്ടം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഉസ്മാൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വെട്ടം മത്സ്യബന്ധന ഓഫീസർ വൈശാഖ് കെ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മത്സ്യകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട രാസഭൗതിക ഗുണങ്ങൾ, വിവിധ വകുപ്പ് പദ്ധതികൾ സംബന്ധിച്ച് ക്ലാസും കിസാൻ ക്രെഡിറ്റ് ക്യാമ്പയിനും നടന്നു. തിരൂർ ബ്ലോക്ക് FLC ശ്രീ രവീന്ദ്രൻ KCC സംബന്ധിച്ച് ക്ലാസ് എടുത്തു. മികച്ച മത്സ്യ കർഷകരായ ശ്രീ ജംഷീർ മുണ്ടേക്കാട്, ശ്രീ കരീം കുട്ടി പഴയ പുത്തൻവീട്ടിൽ, ശ്രീ നാസർ തൈക്കൂട്ടത്തിൽ, ശ്രീ അബ്ദുൽ ജബ്ബാർ ടി എന്നിവരെ ആദരിച്ചു. ശ്രീ മുഹമ്മദ് അഷ്റഫ് ചടങ്ങിന് നന്ദി പറഞ്ഞു. മൻസൂർ, ജലീൽ, അസ്മാവി എന്നീ അക്വാകൾച്ചർ പ്രൊമോട്ടർമാരും 75ഓളം മത്സ്യ കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു. ആരോഗ്യത്തിൽ നേരത്തെ സൂചിപ്പിച്ച വിവിധ മത്സ്യകൃഷി രീതികൾ വഴിയും അതുപോലെ വിവിധ മത്സ്യ ഇനങ്ങളുടെ മത്സ്യകൃഷി വഴിയുള്ളതല്ല നമുക്ക് ഈ മത്സ്യകൃഷി മേഖലയിൽ തന്നെ മികച്ച വരുമാനവും അതുപോലെ മികച്ച ഉത്പാദനവും ഉണ്ടാക്കുന്ന സാധ്യതയുള്ള എത്തിക്കാനുള്ള എനിക്ക് തോന്നുന്നു അതൊരു ചെറിയൊരു കുറവുണ്ട് തോന്നുന്നു. കാരണം കൂടുതൽ ഇതിന് ചെറിയ സ്ഥലത്ത് എത്ര സ്ഥലത്ത് ഇവര് പറയുന്നത് നമ്മൾ കേട്ടു പോകുന്നല്ലാതെ ഇതിലേക്ക് ഇറങ്ങി വരാൻ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും മത്സ്യ കർഷകരെ ആദരിക്കുകയും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ കഴിക്കുന്ന അത്രയും മത്സ്യം ഏറ്റവും കൂടുതൽ നമ്മുടെ മത്സ്യ സ്രോതസ് എന്ന് പറയുന്നത് കടൽ മത്സ്യം. സംശയമൊന്നും.